വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 2-3 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫേഴ്സാണ്. 2026 നടക്കാൻ പോകുന്ന ഏതൊരു എക്സാമിനും, അല്ലെങ്കിൽ 2026-27 നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി വരുന്ന അപ്കമിങ് എക്സാമിൻ്റെയൊക്കെ ഉറപ്പായിട്ടും ഇതിൽ നിന്നുണ്ടാകുന്ന നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി വരുന്ന എക്സാമിന് ഉറപ്പായിട്ടും എന്താണ് ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ചോദിച്ചില്ലെങ്കിൽ പോലും എന്താണ് 71 അല്ലെങ്കിൽ 70 അതിൽ നിന്നൊക്കെ എന്താണ് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം. അപ്പോൾ മലയാളിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ്. കാരണം എന്താണ്, നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മഹാനടനായിട്ടുള്ള മമ്മൂട്ടിക്കും എന്താണ് മികച്ച നടനുള്ളൊരു പുരസ്കാരം ലഭിച്ചു. പിന്നെ മലയാളത്തിലെ കുറേ ഫിലിം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ എത്രാമത്തെയാണ്? 2026 ജൂലൈ 18 പ്രഖ്യാപിച്ച 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ പരിഗണിച്ച ചിത്രങ്ങളെന്ന് പറയുന്നതാണ് 2024 സെൻസർ ചെയ്ത സിനിമകളെയാണ്. 2024 സെൻസർ ചെയ്ത സിനിമകളെയാണ് 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾക്ക് വേണ്ടി പരിഗണിച്ചിരിക്കുന്നത്. അത് എന്നാണ് അവാർഡ് പ്രഖ്യാപിച്ചതെന്നാണ് 2026 ജൂലൈ 18. 2026 ജൂലൈ 18 അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളുണ്ട്. ചിത്രങ്ങളിൽ വരുമ്പോൾ, സിനിമകളിൽ വരുവാണെങ്കിൽ ഫീച്ചർ ചിത്രങ്ങളും ഉണ്ട്, നോൺ ഫീച്ചർ സിനിമകളും ഉണ്ട്, അല്ലെങ്കിൽ ഫീച്ചർ ഫിലിമും ഉണ്ട്, നോൺ ഫീച്ചർ ഫിലിമുകളും ഉണ്ട്. പിന്നെന്താണ്, ചലച്ചിത്ര രചനകളും അതിലും ഉൾപ്പെടുന്നതാണ്. ഇതിനടുത്തായിട്ട് ജൂറി ചെയർമാനാണ്. ഫീച്ചർ ചലച്ചിത്ര വിഭാഗത്തിലേക്ക് വരുമ്പോഴാണ് ആരാണ്? അത് ശ്രീ ജയരാജാണ് ഫീച്ചർ ചലച്ചിത്ര വിഭാഗത്തിൻ്റെ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത്, ശ്രീ ജയരാജ്. ദെൻ നോൺ ഫീച്ചർ ചലച്ചിത്ര വിഭാഗമാണെങ്കിൽ അവിടുത്തെ ചെയർമാനാണ് ശ്രീ അസിം സിൻഹയാണ് നോൺ ഫീച്ചർ ചലച്ചിത്ര വിഭാഗത്തിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് ചലച്ചിത്ര രചനാ വിഭാഗം ജൂറി ചെയർമാൻ ആരാണ്? ശ്രീ എ ചന്ദ്രശേഖറാണ് ചലച്ചിത്ര രചനാ വിഭാഗത്തിലെ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത്. ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഈ 3 ചെയർമാൻമാരും കൂടി ഒരുമിച്ചാണ്. എന്നാണ് ശ്രീ ജയരാജ, നമ്മുടെ ഫീച്ചർ ചലച്ചിത്ര വിഭാഗത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ ജയരാജ്, നോൺ ഫീച്ചർ ചലച്ചിത്ര വിഭാഗത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ അസിം സിൻഹ, ദെൻ ചലച്ചിത്ര രചന വിഭാഗം ജൂറി ചെയർമാനായിട്ടുള്ള ശ്രീ എ ചന്ദ്രശേഖർ എന്നിവർ ചേർന്നാണ് എന്താണ് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ദെൻ പിന്നെ കുറേ ഓഫീസേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ദെൻ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. മികച്ച ചിത്രം എന്ന് പറയുന്നത് ഹിന്ദി ചിത്രമായിട്ടുള്ള ആർട്ടിക്കിൾ 370 ആണ്. ആർട്ടിക്കിൾ 370 ഹിന്ദി ചിത്രമായിട്ടുള്ള ആർട്ടിക്കിൾ 370 ആണ് എന്താണ് മികച്ച ചിത്രമായിട്ട് 72ാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ തിരഞ്ഞെടുത്തത്. സംവിധായകൻ എന്ന് പറയുന്നത് ആദിത്യ സുഹാസ് ജംബാലെയാണ് ഇതിൻ്റെ സംവിധായകൻ. ഇപ്പോൾ 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത ഏതാണ്? മികച്ച ചിത്രം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370 ആണ്. ഹിന്ദി ചിത്രമായിട്ടുള്ള ആർട്ടിക്കിൾ 370 ആണ്. സംവിധായകൻ ആദിത്യ സുഹാസ് ജംബാല. ദെൻ അടുത്തായിട്ട് വരുന്നത് നോൺ ഫീച്ചർ ചിത്രമാണ്. മികച്ച നോൺ ഫീച്ചർ ചിത്രം എന്ന് പറയുന്നത് മറാത്തി ഇംഗ്ലീഷ് ചിത്രമായിട്ടുള്ള ഭംഗാറാണ് മികച്ച നോൺ ഫീച്ചർ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നോൺ ഫീച്ചർ ചിത്രം ചോദിച്ചാൽ ഏതാണ്? അത് ഭംഗാർ ഏതാണ്? ഒരു മറാത്തി ഇംഗ്ലീഷ് ചിത്രമാണ്. നിർമ്മാതാവും സംവിധായികയാരാണ്? സുമിറ റോയാണ് മികച്ച നോൺ ഫീച്ചർ ചിത്രത്തിൻ്റെ സംവിധായികയും അതേപോലെ തന്നെ നിർമ്മാതാവും സുമിറ റോയാണ്. ദെൻ അടുത്തായിട്ട് വരുന്നത് മികച്ച ഡോക്യുമെൻ്ററി പുരസ്കാരമാണ്. അതേതാണ്? രാം നമാമിക്കാണ് കിട്ടിയത്. മികച്ച ഡോക്യുമെൻ്ററി പുരസ്കാരം ലഭിച്ച ചിത്രം രാം നമാമി. ദെൻ അടുത്തായിട്ട് മികച്ച കുട്ടികളുടെ ചിത്രമാണ് 35 ചിന്നകഥ കാടു. തെലുങ്ക് ചിത്രമായിട്ടുള്ള 35 ചിന്നകഥ കാടു എന്നതിനാണ് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള 72ാമത് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. സംവിധായകൻ ആരാണ്? നന്ദകിഷോർ ഏമാനി. ദെൻ മികച്ച ജനപ്രിയ ചിത്രത്തിലുള്ള അവാർഡ് ലഭിച്ചതാണ് കൽക്കി 2898 AD. തെലുങ്ക് ചിത്രമായിട്ടുള്ള കൽക്കി 2898 AD എന്ന ചിത്രത്തിനാണ് എന്താണ് മികച്ച ജനപ്രിയ ചിത്രത്തിലുള്ള അവാർഡ് ലഭിച്ചത്. അതിൻ്റെ സംവിധായകനാരാണ്? നാഗ് അശ്വിൻ സിംഗി റെഡ്ഡിയാണ്.
ദെൻ ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ക്യാപ്റ്റൻ മില്ലറാണ്. തമിഴ് ചിത്രമായിട്ടുള്ള ക്യാപ്റ്റൻ മില്ലറാണ്. അതിൻ്റെ സംവിധായകനാണ് അരുൺ അരുൺ മാതേശ്വരനാണ്. അപ്പോൾ ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിം ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ മില്ലറാണ്. തമിഴ് ചിത്രമായിട്ടുള്ള ക്യാപ്റ്റൻ മില്ലറാണ്. സംവിധായകനാരാണ്? അരുൺ മാതേശ്വരനാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. അപ്പോൾ മികച്ച ചിത്രം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370, ഹിന്ദി ചിത്രമായിട്ടുള്ള ആർട്ടിക്കിൾ 370 ആണ്. സംവിധായകൻ ആദിത്യ സുഹാസ് ജംബാലെ. ദെൻ മികച്ച നോൺ ഫീച്ചർ ചിത്രം ഏതാണ്? ഭംഗാറാണ്. മറാത്തി ഇംഗ്ലീഷ് ചിത്രമായിട്ടുള്ള ഭംഗാറാണ്. നിർമ്മാതാവും സംവിധായകനും സുമിറ റോയാണ്. ദെൻ മികച്ച ഡോക്യുമെൻ്ററി പുരസ്കാരം രാം നമാമി. ദെൻ മികച്ച കുട്ടികളുടെ ചിത്രം ഏതാണ്? 35 ചിന്ന കഥ കാടു. തെലുങ്ക് ചിത്രമായിട്ടുള്ള 35 ചിന്ന കഥ കാടു ആണ്. സംവിധായകൻ നന്ദകിഷോർ ഏമാനിയാണ്. ദെൻ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് കൽക്കിക്കാണ്. കൽക്കി 2898 AD തെലുങ്ക് ചിത്രമായിട്ടുള്ള കൽക്കിക്കാണ് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത്. സംവിധായകനാരാണ്? നാഗ് അശ്വിൻ സിംഗി റെഡ്ഡി. ദെൻ ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിം ചോദിക്കാം ഏതാണത്? ക്യാപ്റ്റൻ മില്ലറാണ്. തമിഴ് ചിത്രമായിട്ടുള്ള ക്യാപ്റ്റൻ മില്ലറിൻ്റെ സംവിധായകൻ അരുൺ മാതേശ്വരൻ. ദെൻ അടുത്തത് ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ ചിത്രം ഏതാണ്? ഭൂൽ ഭുല്ലയ്യ 3, ഹിന്ദിയാണ്. ഹിന്ദി ചിത്രമായിട്ടുള്ള ഭൂൽ ഭുല്ലയ്യ 3 എന്ന ചിത്രത്തിൻ്റെ ആണ് എന്താണ് ആ ചിത്രത്തിലൂടെ നമ്മുടെ മനസ് ചൗധരിക്കാണ് ബെസ്റ്റ് സൗണ്ട് ഡിസൈനർക്കുള്ള 72ാമത് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. മനസ് ചൗധരിക്കാണ്. അപ്പോൾ ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ ചിത്രം ഭൂൽ ഭുല്ലയ്യ 3 ഹിന്ദി ചിത്രമാണ്. മികച്ച സൗണ്ട് ഡിസൈനർ ആരാണ്? മനസ് ചൗധരി. ദെൻ മികച്ച നവാഗത സംവിധായകൻ്റെ ചിത്രം അല്ലെങ്കിൽ അരങ്ങേറ്റ ചിത്രം എന്ന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ചിത്രം ചോദിച്ചാൽ ഏതാണ്? സ്വതന്ത്ര വീർ സവർക്കർ ആണ്. മികച്ച നവാഗത സംവിധായകൻ്റെ ചിത്രം അല്ലെങ്കിൽ അരങ്ങേറ്റ ചിത്രം എന്ന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് സ്വതന്ത്ര വീർ സവർക്കറാണ്. സംവിധായകൻ രൺദീപ് ഹുഡയാണ്. അപ്പോൾ മികച്ച നവാഗത സംവിധായകൻ്റെ ചിത്രം അല്ലെങ്കിൽ അരങ്ങേറ്റ ചിത്രം എന്ന വിഭാഗത്തിൽ സ്വതന്ത്ര വീർ സവർക്കറിൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ചിത്രമാണ് സ്വതന്ത്ര വീർ സവർക്കർ എന്ന് പറയുന്നതിൻ്റെ സംവിധായകനാണ് രൺദീപ് ഹുഡ. ദെൻ അടുത്തതായിട്ട് വരുന്നത് നവാഗത സംവിധായകനുള്ള അവാർഡാണ്. അപ്പോൾ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണത്? നമ്മുടെ രൺദീപ് ഹുഡയുടെ ചിത്രം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? സ്വതന്ത്ര വീർ സവർക്കർ. അപ്പോൾ സ്വതന്ത്ര വീർ സവർക്കർ സംവിധാനം ചെയ്ത ഡയറക്റ്റ് ചെയ്ത രൺദീപ് ഹുഡയ്ക്കാണ് എന്താണ് നവാഗത സംവിധായകനുള്ള 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് സ്വതന്ത്ര വീർ സവർക്കർ സംവിധാനം ചെയ്ത രൺദീപ് ഹുഡയ്ക്കാണ്. ദെൻ മികച്ച ചലച്ചിത്ര നിരൂപകനുള്ള അവാർഡ് സഞ്ജീവ് ശ്രീവാസ്തവ, ഹിന്ദി. മികച്ച ചലച്ചിത്ര നിരൂപകനുള്ള അവാർഡ് ലഭിച്ചത് സഞ്ജീവ് ശ്രീവാസ്തവയാണ്, ഹിന്ദി. ദെൻ മികച്ച സിനിമാ പുസ്തകത്തിനുള്ള അവാർഡ് ലഭിച്ചത് കെഞ്ചനു പ്രദീപ് കുമാർ ഷെട്ടിയാണ്. കെഞ്ചനൂരു പ്രദീപ് കുമാർ ഷെട്ടി, കന്നഡയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ കെഞ്ചനൂരു പ്രദീപ് കുമാർ ഷെട്ടിക്കാണ് മികച്ച സിനിമാ പുസ്തകത്തിനുള്ള അവാർഡ് ലഭിച്ചത് കെഞ്ചനൂരു പ്രദീപ് കുമാർ ഷെട്ടി, കന്നഡ. ദെൻ പുസ്തകത്തിൻ്റെ പേര് അത് കുറച്ച് വായിക്കാൻ കുറച്ച് കന്നഡയായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ നാനിരുവുടെ നിമഗാഗി നാദിരുവുടെ നാനാഗാഗി കന്നഡ സിനിമാട തത്വമത്തു രാജകീയ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. കന്നഡയിലാണ്ട് കന്നഡ ലാംഗ്വേജിലുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത് ഇങ്ങനെയാണ് വന്നത്. സോ അടുത്തായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പോകാം. അപ്പോൾ മികച്ച സംവിധായകൻ നമുക്കറിയാം അമരൻ സിനിമയുടെ സംവിധായകനായിട്ടുള്ള രാജ്കുമാർ പെരിയസ്വാമിയാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് അമരൻ സിനിമ, തമിഴ് സിനിമ ആയിട്ടുള്ള അമരൻ സിനിമയുടെ സംവിധായകനാണ് രാജ്കുമാർ പെരിയസ്വാമിയാണ് മികച്ച സംവിധായകൻ എന്ന് പറയുന്നത്. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി. സിനിമ ഏതാണ്? അമരനാണ്, തമിഴ് ചിത്രം. ദെൻ അടുത്തത് മികച്ച നടൻ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി. ചിത്രം ഏതാണ്? ഭ്രമയുഗം മലയാള ചിത്രമായിട്ടുള്ള ഭ്രമയുഗമാണ് മമ്മൂട്ടി. ദെൻ മമ്മൂട്ടി പ്ലസ് ആരാണ്? കാർത്തിക്
കാർത്തിക് ആര്യനും. അപ്പോൾ മമ്മൂട്ടിയും കാർത്തിക് ആര്യനും കൂടിയാണ് മികച്ച നടനുള്ള പുരസ്കാരം എന്താണ് പങ്കിടുന്നത്. മമ്മൂട്ടി ഭ്രമയുഗം മലയാളം, കാർത്തിക് ആര്യൻ ചന്തു ചാമ്പ്യൻ. ചിത്രം ഏതാണ്? ഹിന്ദിയാണ്. ചിത്രം ഹിന്ദി വിഭാഗത്തിലുള്ളതാണ്. ഭ്രമയുഗം മലയാളം വിഭാഗത്തിലുള്ളതാണ്. അപ്പോൾ മികച്ച നടൻ മമ്മൂട്ടി, ചിത്രം ഭ്രമയുഗം മലയാളം. ദെൻ കാർത്തിക് ആര്യൻ ചന്തു ചാമ്പ്യൻ, ചിത്രം ചന്തു ചാമ്പ്യനാണ് എന്താണ് അത് ഹിന്ദി വിഭാഗത്തിൽ നിന്നുള്ള. അപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച രണ്ടുപേരാണ്. എന്താണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്കും കാർത്തിക് ആര്യനും ആണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ദെൻ മികച്ച നടൻ കഴിഞ്ഞ പിന്നെ മികച്ച നടിയാണ്. മികച്ച നടി ആരാണ്? യാമി ഗൗതമാണ്. യാമി ഗൗതം ആർട്ടിക്കിൾ 370 എന്ന ചിത്രത്തിന് ഉള്ള ചിത്രത്തിലൂടെയാണ് മികച്ച നടിയായിട്ട് യാമി ഗൗതം തിരഞ്ഞെടുക്കപ്പെട്ടത്. ദെൻ അടുത്തത് മികച്ച മലയാള ചിത്രം എന്ന് പറയുന്നത് ഫെമിനിച്ചി ഫാത്തിമയാണ്. ഫെമിനിച്ചി ഫാത്തിമ. അതിൻ്റെ സംവിധായകൻ ആരാണ്? ഫാസിൽ മുഹമ്മദാണ്. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച മലയാള ചിത്രമായിട്ട് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ദെൻ അടുത്തത് മികച്ച സഹനടൻ എന്ന് പറയുന്നത് സഞ്ജയ് മിശ്രയാണ്. മികച്ച സഹനടനാണ് സഞ്ജയ് മിശ്ര. മികച്ച സഹനടി രൂപശ്രീ വർഖാഡെ. സിനിമ ഏതാണ്? മിഥ്യയാണ്. മിഥ്യ എന്ന ചിത്രത്തിലൂടെ രൂപശ്രീ വർഖാഡെ. ദെൻ സജന നമിദാസ് മഹാരാജ് എന്ന ചിത്രത്തിലൂടെ സജന നമിദാസും മഹാരാജ് എന്ന ചിത്രത്തിലൂടെ രൂപശ്രീ വർഖാഡെ മിഥ്യ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടി. ദെൻ അടുത്തായിട്ട് വരുന്നത് മികച്ച ബാലതാരങ്ങളാണ്. മികച്ച ബാലതാരം 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു 5 പേരുണ്ട്. അത് ഡിഫറെൻറ്റ് സിനിമകളിലാണ്. ആദ്യമായിട്ട് വരുന്നത് ആദിഷ് എസ് ഷെട്ടിയാണ്. ആദിഷ് എസ് ഷെട്ടി. സിനിമ ഏതാണത്? മിഥ്യ എന്ന കന്നഡ സിനിമയിലൂടെയാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ആദിഷ് എസ് ഷെട്ടിക്ക് ലഭിക്കുന്നത്. ദെൻ അടുത്തായിട്ട് വരുന്നത് അരുൺ ദേവ് പോത്തുലയാണ്. അരുൺ ദേവ് പോത്തുല. അത് നമ്മളെ 35 ചിന്ന കഥ കാട് എന്ന ചിത്രത്തിലാണ്, തെലുങ്ക് ചിത്രത്തിലൂടെ അരുൺ ദേവ് പോത്തുലേക്കാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. ദെൻ അടുത്തതായിട്ട് ഋദ്ധിമാൻ ബാനർജി, തപോമയി ദേവ്, ഗീതാശ്രീ ചക്രവർത്തി എന്നീ 3 പേർക്ക് എന്താണ് അങ്കോ കി കോദിൻ എന്ന ബംഗാളി ചിത്രത്തിലൂടെ മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദിഷ് എസ് ഷെട്ടി മിഥ്യ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ, കന്നഡ സിനിമയായിട്ടുള്ള മിഥ്യ എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുത്തതെങ്കിൽ അരുൺ ദേവ് പോത്തുലെ എന്നാണ് 35 ചിന്ന കഥ കാടുന്ന തെലുങ്ക് ചിത്രത്തിലൂടെ മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ദെൻ ഋദ്ധിമാൻ ബാനർജി, തപോമയി ദേവ്, ഗീതശ്രീ ചക്രവർത്തിക്ക് എന്താണ് അങ്കോ കി കോദിൻ എന്ന ബംഗാളി ചിത്രത്തിലൂടെയാണ് മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്നാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആദിഷ് എസ് ഷെട്ടിയാണത്. ചിത്രം കന്നഡ സിനിമയായിട്ടുള്ള മിഥ്യയാണ്. ദെൻ രണ്ടാമത് അരുൺ ദേവ് പോത്തുലയാണത് തെലുങ്ക് സിനിമയായിട്ടുള്ള 35 ചിന്ന കഥ കാട് എന്ന ചിത്രത്തിനാണ്. ദെൻ 3 പേരുണ്ട്, ഋദ്ധിമാൻ ബാനർജി, തപോമയി ദേവ്, ഗീതശ്രീ ചക്രവർത്തി എന്നിവർക്ക് അങ്കോ കി കോദിൻ എന്ന ബംഗാളി ചിത്രത്തിലൂടെയാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ദെൻ മലയാള സിനിമയ്ക്ക് ലഭിച്ച പുരസ്കാരങ്ങളാണ് അടുത്തത്. മികച്ച പിന്നണി ഗായിക എന്ന പുരസ്കാരം നമ്മുടെ ചിത്രം ARM എന്ന ചിത്രത്തിലൂടെ ആർക്കാണ്? വൈക്കം വിജയലക്ഷ്മിക്കാണ്. അപ്പോൾ മികച്ച പിന്നണി ഗായികയുള്ള പുരസ്കാരം 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച പിന്നണി ഗായികയുള്ള പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് വൈക്കം വിജയലക്ഷ്മിയാണ്. ചിത്രം ഏതാണ്? ARM ആണ്. ARM മികച്ച പിന്നണി ഗായികയുള്ള പുരസ്കാരമാണ്. ദെൻ മികച്ച നടൻ മമ്മൂട്ടിയാണ്. ചിത്രം ഏതാണ്? ഭ്രമയുഗമാണ് മികച്ച നടൻ മമ്മൂട്ടി. ഭ്രമയുഗം മികച്ച മലയാള ചലച്ചിത്രമാണ്. ഫെമിനിച്ചി ഫാത്തിമ. സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ദെൻ അടുത്തത് മികച്ച ഛായാഗ്രഹണമാണ്. ആർക്കാണ്? ഷഹനാദ് ജലാലിനാണ്. ചിത്രം ഏതാണ്? അത് ഭ്രമയുഗമാണ്. ചിത്രം ഭ്രമയുഗം. അപ്പോൾ മികച്ച ഛായാഗ്രഹണനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് വന്നു. ആർക്കാണ് ലഭിച്ചത്? ഷഹനാദ് ജലാലാണ്. ദെൻ നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പ്രത്യേക പരാമർശം ലഭിച്ച ചിത്രമാണ് ഭദ്രകാളി നാടകം എന്ന് പറയുന്നത്. സംവിധായകനാരാണ്? ആനന്ദ് ജ്യോതി അല്ലെങ്കിൽ ജോസ് ആൻ്റണിയാണ്. അപ്പോൾ നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശം ലഭിച്ച മലയാള സിനിമ ചോദിച്ചാൽ അതാണ് മലയാള
അത് ചോദിച്ചാൽ ഏതാണ്? ഭദ്രകാളി നാടകമാണ്. ഇപ്പം നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശം ലഭിച്ച സിനിമയാണ് ഭദ്രകാളി നാടകം എന്ന് പറയുന്ന സംവിധായകൻ ആനന്ദ ജ്യോതി അല്ലെങ്കിൽ ജോസ് ആൻ്റണിയാണ്. ജോസ് ആൻ്റണി. ഇപ്പോൾ മലയാളത്തിന് എന്താണ് മലയാള സിനിമയ്ക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ എന്നാണ്? ഒന്ന് എന്താണ് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിക്ക്. ചിത്രം ഏതാണ്? ARM. ദെൻ മികച്ച നടൻ മമ്മൂട്ടി. ചിത്രം ഏതാണ്? ഭ്രമയുഗം. ദെൻ മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ്. ദെൻ മികച്ച ഛായാഗ്രഹണം ഷഹനാദ് ജലാൽ. ചിത്രം ഏതാണ്? ഭ്രമയുഗമാണ്. ദെൻ നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പ്രത്യേക പരാമർശം ലഭിച്ച സിനിമ ചോദിച്ചാൽ അത് ഭദ്രകാളി നാടകമാണ്. സംവിധായകൻ. സോ ഗൈസ്, ഇപ്പോൾ തന്നെ ഇതെന്താണ് 14-15 മിനിറ്റ് അത്രയായി. അപ്പോൾ നമുക്കെന്താ ഇത് ഒരു സെക്കൻഡ് പാർട്ട് 2 വീഡിയോ ആയിട്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടം വരെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ദെൻ നമുക്ക് ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ലോങ് വീഡിയോ ആയാലും നിങ്ങൾക്ക് തന്നെ ഇത് ബോറടിക്കും. കാരണം പേരുകൾ ഓർത്തിരിക്കാൻ, ഫീച്ചറും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇതൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് പാർട്ട് 1 നിങ്ങൾ കേൾക്കുക, പഠിക്കുക. ദെൻ പാർട്ട് 2 നമുക്ക് ഉടനെ അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യാം. So thank you for watching once again. Thank you so much guys. Have a nice day.